ഹോട്ടലുകളിൽ നിന്നോ റെസ്റ്റോറന്റുകളിൽ നിന്നോ ഭക്ഷ്യ വിഷബാധ ഏറ്റാൽ എങ്ങനെ അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയെടുക്കാം? വേണ്ടത്ര തെളിവുകളുമായി ഉപഭോക്തൃ തർക്കപരിഹാര കോടതികളെ സമീപിക്കുകയാണ് ഇത്തരം കേസുകളിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ട നിയമപരമായ മാർഗം. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ തെളിവുകളുടെ അഭാവമാണ് നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് തടസ്സമാകുന്നത്. തെളിവുകൾ ലഭിക്കുന്നതിന് എന്തെല്ലാം ചെയ്യണമെന്ന് നോക്കാം. നമ്മൾക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റ എന്ന് നമുക്ക് ബോധ്യമായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. അതോടൊപ്പം തന്നെ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ തന്നെ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവോ സുഹൃത്തോ മുഖേന ഉടൻ തന്നെ അതാത് താലൂക്കുകളിലെ ഭക്ഷ്യ സുരക്ഷാ ഓഫീസറെ ഈ വിവരം അറിയിക്കുക. അവർക്ക് ടോൾ ഫ്രീ നമ്പറും ലഭ്യമാണ്. ടോൾ ഫ്രീ നമ്പറിലോ അവർ ഓഫീസ് നമ്പറിലോ വിളിച്ച് ഈ വിവരം ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അവിടുത്തെ ഹെൽത്ത് വിഭാഗത്തെയും വിവരം അറിയിക്കുക, ഹെൽത്ത് ഇൻസ്പെക്ടറെ. ഇത് കൂടാതെ മൂന്നാമതൊരു ഡിപ്പാർട്ട്മെന്റിൽ കൂടി നമ്മൾ ഈ വിവരം റിപ്പോർട്ട് ചെയ്യണം. അത് പോലീസിലാണ്. പോലീസിലെ BNS പ്രകാരം, ഭാരതീയ ന്യായ സംഹിത പ്രകാരം മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമത്തിനുള്ള പരാതി കൂടി നമ്മൾ രജിസ്റ്റർ ചെയ്യും. അപ്പൊ നമ്മൾ ഈ സംഭവം ഉണ്ടായ ഇമ്മീഡിയറ്റ് വൈദ്യസഹായം തേടുന്നതിന് സൈമൾട്ടേനിയസ് ആയി തന്നെ ഈ 3 ഏജൻസികളെയും കൂടി വിവരം അറിയിക്കുക. അപ്പൊ നമ്മൾ ഈ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഈ 3 ഏജൻസികളുടെയും പരിശോധന ഈ ഹോട്ടലുകൾ എന്തായാലും. അപ്പൊ ഇവർ പരിശോധിക്കുന്ന ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒരു ഹോട്ടൽ പരിശോധന നടത്തുന്നതിന് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഫുഡും നോൺ വെജിറ്റേറിയൻ ഫുഡും ഒരേ ഫ്രീസറിൽ സൂക്ഷിക്കാൻ കഴിയില്ല. അതേപോലെ പാചകം ചെയ്ത ഫുഡും പാചകം ചെയ്യാത്ത ഫുഡും ഒരു ഫ്രീസറിൽ സൂക്ഷിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവരുടെ നഖങ്ങളൊക്കെ ക്ലീൻ ആയിരിക്കണം. അതേപോലെ ഹെയർ കവർ ചെയ്തിരിക്കണം. മറ്റേ ചൊറിയ വ്രണങ്ങളൊന്നും ശരീരഭാഗങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാ ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. അത് പരിശോധന നടത്തി ബന്ധപ്പെട്ട PHSകളിൽ നിന്നുള്ള ഹെൽത്ത് കാർഡ് എല്ലാ ജീവനക്കാർക്കും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇവർ ഉപയോഗിക്കുന്ന പാചകത്തിന് ഉപയോഗിക്കുന്ന വെള്ളം, അതേപോലെ തന്നെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം, ഇതിനെല്ലാം സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇവർക്ക് ഈ വെള്ളം പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ ആ വാങ്ങുന്ന ഏജൻസികൾക്കുള്ള അതേപോലെ ഫുഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ വേണം. അതേപോലെ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകം മാറ്റി സൂക്ഷിക്കേണ്ടതുണ്ട്. അത് കവർ ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ കിച്ചണൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും ഒരുപാട് പാരാമീറ്റേഴ്സ് ഇവർ പരിശോധനയ്ക്ക് ഇവർക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ 3 ഏജൻസികൾ പരിശോധിക്കുമ്പോൾ ഏത് ഹോട്ടലിലായാലും കുറെ പാരാമീറ്റേഴ്സിൽ എന്തായാലും വീഴ്ച ഉണ്ടാവും. ഇത് ഇവർ റിപ്പോർട്ട് ചെയ്യും. ഇത് നമ്മൾക്ക് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ തെളിവാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഏജൻസി ആയാലും ഈ ഒരു ഇറഗുലാരിറ്റീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് നമുക്ക് വലിയ കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവായി കണക്കാക്കാവുന്നതാണ്. ഇത് കൂടാതെ നമ്മളോടൊപ്പം ഭക്ഷണം കഴിച്ച ആ ദിവസങ്ങളിൽ, അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ഭക്ഷണം കഴിച്ച് ഈ ഹോട്ടലിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ചികിത്സാ രേഖകളും കൂടി നമുക്ക്, അവരുടെ ബില്ലും, ഹോട്ടൽ പേ ചെയ്ത ബില്ലും അതേപോലെ ചികിത്സാ രേഖകളും നമുക്ക് ഈ കാര്യത്തിൽ തെളിവായി ഉപയോഗിക്കപ്പെടാം. അതേപോലെ തന്നെ ഈ ഹോട്ടൽ ഇതിനു മുമ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പോ അല്ലെങ്കിൽ ഹെൽത്ത് വിഭാഗമോ മറ്റോ ഇതിനു മുമ്പ് ഇതേപോലെയുള്ള സാഹചര്യത്തിൽ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ, പത്ര റിപ്പോർട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതും നമുക്ക് വലിയ ശക്തമായ തെളിവായിട്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്യുമ്പോൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മളിപ്പോ ഈ ചികിത്സയോടൊപ്പം തന്നെ ഈ ഏജൻസികളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം പരിശോധന നടത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഏജൻസിയെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ടാവും. മറ്റേ ഏജൻസികളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ പരിശോധന നമ്മൾ നടത്തിക്കണം. അതിനുള്ള ഫോളോ അപ്പുകൾ നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. നമ്മൾ ഡിസ്ചാർജ് ആയ ശേഷം നമ്മൾ ഈ ഡിസ്ചാർജ് സമ്മറി, അതേപോലെ തന്നെ ഈ ഹോട്ടലിൽ നമ്മൾ പേ ചെയ്ത ബില്ല്, അതേപോലെ തന്നെ നമ്മളുടെ ഈ ഏജൻസികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കളക്ട് ചെയ്യണം. അതേപോലെ നമ്മൾ ആദ്യം പറഞ്ഞ ഇതിനു മുമ്പുള്ള ഇൻസിഡൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മളുടെ ജില്ലയിലെ, അതല്ലെങ്കിൽ ഹോട്ടൽ പ്രവർത്തിക്കുന്ന, റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഉപഭോക്തൃ തർക്കപരിഹാര കോടതികളിൽ കേസുകൾ ഫയൽ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമുക്കിവിടെ നഷ്ടപരിഹാരമായി ആവശ്യപ്പെടേണ്ടത് നമ്മൾ ഈ ചികിത്സിച്ചതിന്റെ തുക, അതേപോലെ തന്നെ ഹോട്ടൽ ബില്ല്, അതേപോലെ നമുക്ക് ജോലി ചെയ്യാൻ കഴിയാതിരുന്ന, ഈ ചികിത്സിച്ച സമയങ്ങളിൽ നമുക്ക് ജോലിക്ക് പോകാതിരുന്നതിനുള്ള നഷ്ടപരിഹാരം, മാനസികമായ ബുദ്ധിമുട്ടുകൾ, ഇതിനെല്ലാം പരിഹാരമായിട്ട് വലിയ തുക നമുക്ക് നഷ്ടപരിഹാരമായി ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ശക്തമായ തെളിവുകളുണ്ട് ഈ കാര്യത്തിൽ. നമ്മൾ അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഈ ഏജൻസികളിൽ നിന്നും അതേപോലെ മറ്റു ഇൻസിഡന്റ് ഉണ്ടായ മറ്റു ആളുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്ത തെളിവുകൾ നമ്മുടെ കൈവശമുണ്ട്. ഈ തെളിവുകൾ വെച്ച് ഉപഭോക്തൃ കോടതികളെ സമീപിച്ചാൽ തീർച്ചയായും ഈ ഹോട്ടൽ ഉടമകളിൽ നിന്ന് വലിയൊരു തുക നമുക്ക് നഷ്ടപരിഹാരം നേടിയെടുക്കാൻ കഴിയും. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ഈ ഏജൻസികൾക്ക് റിപ്പോർട്ട് ചെയ്ത് മാത്രം അടങ്ങിയിരിക്കാൻ ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ പരിശോധനയിലൂടെ ഈ ഹോട്ടൽ കൂട്ടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു പിഴ ഈടാക്കാനോ ശിക്ഷണ നടപടി സ്വീകരിക്കാൻ മാത്രമാണോ നമ്മൾ മുകളിൽ പറഞ്ഞ 3 ഏജൻസികൾക്കും കഴിയുള്ളൂ. അതായത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും, അതേപോലെ കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗത്തിനും, അതേപോലെ പോലീസിനൊക്കെ ആയാലും അവർക്കെതിരെ ശിക്ഷണ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പ് മാത്രമാണ് നിയമപ്രകാരം സാധിക്കുകയുള്ളൂ. നമ്മൾക്ക് നഷ്ടപരിഹാരം നൽകണമെങ്കിൽ നമ്മൾ ഉപഭോക്തൃ തർക്കപരിഹാര കോടതികളെ സമീപിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ തെളിവുകളുമായി ഉപഭോക്തൃ തർക്കപരിഹാര കോടതികളെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു തുക നഷ്ടപരിഹാര ഇനത്തിൽ അനുവദിച്ച് ലഭിക്കുന്നതാണ്.